ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, പാകിസ്ഥാന്റെ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അത്താഉള്ള തരാർ ഇയാൾ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ പ്രസ്താവന ഇപ്പോൾ ഗ്ലോബൽ ലെവലിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിസ് ലേറ്റസ്റ്റ് അലിഗേഷൻ ഈസ് ദാറ്റ് സെവറൽ US ഓപ്പറേറ്റഡ് സൈബർ സെന്റേഴ്സ് ആൻഡ് ബോട്ട് ഫാംസ് ഹാവ് ബീൻ കോട്ട് ഇൻ ദെയർ കൺട്രി. അതായത് അമേരിക്ക പാകിസ്ഥാൻ അറിയാതെ പാകിസ്ഥാനകത്ത് നടത്തുന്ന US ഓപ്പറേറ്റഡ് സൈബർ സെന്ററുകൾ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബോട്ട് ഫാംസ് ഇത് സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് ഈ ബോട്ട് ഫാം എന്ന് പറയുന്നത്. അതും ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫ്രം വെയർ പ്രൊപ്പഗാൻഡ വാസ് ബീങ് സ്പ്രെഡ് ഓൺ സോഷ്യൽ മീഡിയ ടു ബ്രേക്ക് പാകിസ്ഥാൻ അപ്പാർട്ട്. അപ്പൊ ഇതുവഴിയാണ് ഇവർ പാകിസ്ഥാനെ പിളർത്താനുള്ള പ്രൊപ്പഗാൻഡ പുഷ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ അത്താഉള്ള തരാർ പറയുന്നത്. ബ്രേക്കിംഗ് പാകിസ്ഥാൻ അപ്പാർട്ട് ഈസ് പാർട്ട് ഓഫ് വിച്ച് അമേരിക്കാസ് പ്ലാൻ. അതായത് പാകിസ്ഥാനെ പിളർക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു പദ്ധതിയാണ്. ആൻഡ് ദാറ്റ്സ് പ്രിസൈസ്ലി വൈ ഇന്ത്യ ഈസ് ഇൻ ക്യാരിയിങ് ഔട്ട് എനി മിലിറ്ററി ആക്ഷൻ അഗൈൻസ്റ്റ് പാകിസ്ഥാൻ ഓൺ ഇറ്റ്സ് ഓൺ. അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാന് നേരെ വലിയ രീതിയിൽ സൈനിക നടപടികൾ ഒന്നും തന്നെ നടത്താത്തത്. നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ രാജ്നാഥ് സിംഗ് പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ ഒരു തുള്ളി രക്തം പോലും ചിന്തേണ്ട ആവശ്യമില്ല, പാക് അധീന കശ്മീർ ഇങ്ങോട്ട് വന്ന് ചേരും. പാക് അധീന കശ്മീർ മാത്രമല്ല, എന്റെ ഒരു അറിവിൽ സിന്ധ് പ്രവിശ്യയും വന്ന് ചേരും. അപ്പൊ അങ്ങനെ രാജ്നാഥ് സിംഗ് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ രാജ്നാഥ് സിംഗ് അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇത് നമ്മൾ ചേർത്ത് വായിക്കണം. ബ്രേക്കിംഗ് പാകിസ്ഥാൻ അപ്പാർട്ട് ഈസ് പാർട്ട് ഓഫ് അമേരിക്കാസ് പ്ലാൻ ആൻഡ് ദാറ്റ്സ് പ്രിസൈസ്ലി വൈ ഇന്ത്യ ഈസ് ഇൻ കെയറിംഗ് ഔട്ട് എനി മിലിറ്ററി ആക്ഷൻ അഗൈൻസ്റ്റ് പാകിസ്ഥാൻ ഓൺ ഇറ്റ്സ് ഓൺ എന്ന് ഇയാൾ പറയുന്നുണ്ട്. ഇന്ത്യ നോസ് ദാറ്റ് അമേരിക്ക ഇറ്റ്സെൽഫ് ഈസ് ബിഹൈൻഡ് ദ എഫേർട്ട് ടു ടിയർ ദം അപ്പാർട്ട്. അതായത് ഇന്ത്യക്ക് അറിയാം അമേരിക്കയാണ് പാകിസ്ഥാനെ പിളർത്താനായിട്ട് ശ്രമിക്കുന്ന ഏറ്റവും വലിയ രാജ്യമെന്ന്. After 9/11, they don't want to leave a single Islamic country that large, one big enough to potentially sponsor terrorism in America or Europe in the future. 9/1 എനിക്കൊന്ന് വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആ ഒരു തകർച്ചയ്ക്ക് ശേഷം അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് അറിയാം ഏത് ഇസ്ലാമിക രാജ്യമാണ് ടെററിസത്തെ സ്പോൺസർ ചെയ്യുന്നതെന്നും ഇനി ഭാവിയിൽ വളർന്നു വരാൻ പോകുന്ന ടെററിസ്റ്റ് രാജ്യങ്ങൾ ഏതാണെന്നും അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇനി ഭാവിയിലേക്ക് പോലും ടെററിസത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യങ്ങളെ തകർത്ത് അതിനെ പിളർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിലെ പ്രഥമ സ്ഥാനം പാകിസ്ഥാനാണ്. അതുകൊണ്ട് അമേരിക്കയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ എന്താണ് അത്താഉള്ള തരാർ അയാൾ പറയുന്നത്. അപ്പൊ ഈ പ്രസ്താവന നമ്മൾ ഏത് രീതിയിൽ കാണാം? പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ഇത് ആഘോഷിക്കുകയാണ്. അതിൽ ഏറെക്കുറെ ഒരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ഈ ബോട്ട് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ സംഭവം വളരെ സിമ്പിളാണ്. നമ്മുടെ രാജ്യത്ത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 140 കോടി ജനങ്ങൾ ഒരു വലിയ രാജ്യത്ത് അത് സക്സസ് ആക്കാൻ അവർ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയിട്ടില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സന്ദേശം ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ ഈ ബോട്ട് ഫാമിംഗ് കഴിയും. ബോട്ടുകളാണ്, അതായത് നമ്മൾ ഈ സന്ദേശം അതിന് കൈമാറി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഇത് നമ്മുടെ രാജ്യത്ത് അത് വലിയ രീതിയിൽ വ്യാപിച്ചിരുന്നു. മീൻസ് ഈ സേവ് ലക്ഷദ്വീപ് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് കുറച്ച് വന്നിരുന്നു. എന്താ നമ്മളതിനെ ടൂൾ കിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം. പക്ഷെ അത് വലിയ സക്സസ് ആയിട്ട് ഇവിടെ ഓടി തുടങ്ങിയില്ല. കാരണം അതിനെ മൂക്കേറിടാൻ മോദിക്ക് ഒരു പരിധി വരെ കഴിഞ്ഞു. പാകിസ്ഥാനെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ട്. ഇവിടെയാണ് ഇസ്രായേലിന്റെ ചില വാക്കുകൾ നമ്മൾ പ്രസ്താവനകൾ ഇടയ്ക്കിടയ്ക്കുള്ള പ്രസ്താവനകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇറാൻ ഒതുങ്ങിയാൽ അടുത്തത് പാകിസ്ഥാനാണെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു രാജ്യം ഇസ്രായേലാണ്. ഞങ്ങൾ അല്പം തിരക്കിലാണ്, ഇറാനുമായിട്ടുള്ള പോരാട്ടം കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ശരിയുമാണ്. കാരണം ലോകത്തിന്റെ എല്ലായിടത്തേക്കും ഭീകരവാദം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ള കാര്യം രഹസ്യമല്ല, എല്ലാവരും പബ്ലിക്കായിട്ട് പറയുന്ന കാര്യമാണ്, പരസ്യമായിട്ടുള്ള ഒരു കാര്യവുമാണ്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം ഇത് ഈ ഒരു വാർത്തയെ സാധൂകരിക്കുന്ന രീതിയിൽ ചില ഒരു സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പാകിസ്ഥാനിൽ നടന്നിരുന്നു. ഈ ചരിത്രത്തിൽ ആദ്യമായി POK നടക്കുന്ന ഈ ഒരു വലിയ കലാപമുണ്ടല്ലോ, സംഘർഷം, അതിനെതിരെ ഒരു വലിയ പ്രക്ഷോഭം ഇസ്ലാമാബാദിൽ നടന്നു. അഡ്വക്കേറ്റ്സ്, വിദ്യാർത്ഥികള്, ജേർണലിസ്റ്റ് അവരെല്ലാവരും പങ്കെടുത്ത പടുകൂറ്റൻ പ്രകടനങ്ങളാണ് ഇസ്ലാമാബാദിൽ നടന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം ആ വാർത്ത കഴിഞ്ഞ ദിവസം നൽകുകയുണ്ടായി. കാരണം POK പിന്തുണച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യം നിഷേധിച്ചു. POK എന്തെങ്കിലുമൊക്കെ സംഭവം നടന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനികൾ പറയുന്നത് അവരുടെ അല്ല ഈ പ്രദേശം, പിന്നെ ഞങ്ങൾ എന്തിനാണ് വല്ലവന്റെയും കാര്യത്തിൽ കയറി തലയിടുന്നത്. പക്ഷെ ഇപ്പോൾ ഈ POK നടക്കുന്ന ഈ വലിയ മനുഷ്യാവകാശ ഇത്രയും പേരൊക്കെ കൊന്നൊടുക്കുമ്പോൾ അതിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അപ്പൊ ആ പ്രതിഷേധം നടക്കണമെങ്കിൽ അതിനൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രൂപം വേണം, ഒരു സംഘടന വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ചട്ടക്കൂട് വേണം. ചുമ്മാതെ കുറച്ച് പേർക്ക് വന്നിട്ട് പ്രകടനം നടത്താൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിനെ അറേഞ്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു NGO ഉണ്ടാകും. അപ്പം അത്തരത്തിലേക്കാണ് അവിടെ നീങ്ങുന്നത്. മുമ്പെങ്ങും ഇല്ലാത്ത വിധം ബലൂചിസ്ഥാൻ വളരെ സംഘർഷഭരിതമാകും. ഇവിടെ പാകിസ്ഥാൻ ഒരു അതിബുദ്ധി അമേരിക്ക എടുത്ത് കാണിച്ചിരുന്നു. നമ്മളെല്ലാം കരുതി ചിലപ്പോൾ അമേരിക്ക അതിൽ കൊത്തുവെന്ന് കരുതി. കാരണം ബലൂചിസ്ഥാനിലെ ഖനനാനുമതി അമേരിക്കൻ കമ്പനികൾക്ക് കൊടുക്കുക. കാരണം ട്രംപ് ഒരു ബിസിനസ്സുകാരനായതുകൊണ്ടും എവിടെ 10 പൈസ കിട്ടുമെന്നുള്ളത് കൊണ്ടും പുള്ളി ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം അങ്ങനെ വെച്ചുകൊണ്ട് ബലൂചിസ്ഥാൻ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കാൻ ഒരു സാധ്യത ഈ പാകിസ്ഥാൻ ആലോചിച്ചിരുന്നു. പക്ഷെ അവിടെ
അമേരിക്ക അതിന് കൈ കൊടുത്തില്ല എന്ന് മാത്രമല്ല, രണ്ടാമതൊരു ഡിമാൻഡ് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് മുമ്പിൽ വെച്ചിരുന്നു. അത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം. അമേരിക്ക അത് ചെയ്തില്ല. കാരണം അവർക്ക് ഇവരെ കൊണ്ട് ആവശ്യമുണ്ട്. ഇപ്പൊ ധനുഷ് ഈ പറഞ്ഞ ഈ വാർത്തയുമായി അനുബന്ധിച്ച് വരുമ്പോൾ ബലൂചിസ്ഥാനികളെ കൊണ്ട് അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ കൊണ്ട് അമേരിക്കയ്ക്ക് കാര്യമുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം വെച്ചാൽ ബാഗ്രാം വ്യോമത്താവളം വിമാനത്താവളം ഞങ്ങൾ പിടിച്ചെടുക്കാൻ സഹായിക്കാമെന്ന് പാകിസ്ഥാൻ പറഞ്ഞു അഫ്ഗാനിസ്ഥാനിലെ. പിന്നീട് അമേരിക്ക അതിനകത്തൊരു മൂവ്മെന്റ് നടത്തിയിട്ടില്ല. ഖൈബർ പക്തൂൺ മേഖലയിൽ വലിയ സംഘർഷം നടക്കുന്നു, POK നടക്കുന്നു. സിന്ധു നദീജല കരാറ് റദ്ദ് ചെയ്തിട്ട് അമേരിക്കയിൽ പലവട്ടം മുനീർ പോയി വിഷയം സംസാരിച്ചിട്ടും ട്രംപ് കമാന്നൊരു അക്ഷരം അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. ഒപ്പം തന്നെ ഇങ്ങനെ അനവധി പ്രശ്നങ്ങൾ പാകിസ്ഥാൻ നടക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ അവിടുത്തെ അവരുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ പോലെ ഈ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് രാജ്യം നന്നാകണമെന്ന് താല്പര്യമില്ല, അവർക്ക് നന്നാകണമെന്നുള്ളതേ ഉള്ളൂ. അതായത് ഈ കിട്ടുന്ന പൈസ മേടിച്ചുകൊണ്ട് ലണ്ടനിലോ ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ദുബായിലോ ഒക്കെ പോയിട്ട് പ്രോപ്പർട്ടികൾ വാങ്ങുക, അങ്ങനെയാണ് അവിടുത്തെ ഭരണാധികാരികളെല്ലാം. അപ്പോൾ ഇപ്പോൾ അവർ ഓടി നടക്കുന്നത് മാക്സിമം പൈസ വാങ്ങിക്കുക, മുങ്ങുക എന്നുള്ളതാണ്. ഇത് നമ്മൾ പറയുന്നതല്ല. അവിടുത്തെ പാർലമെന്റ് അംഗം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ പാർലമെന്റിൽ പറഞ്ഞതാണ്, നിങ്ങളൊക്കെ പൈസ സമ്പാദിച്ച് വിദേശങ്ങളിലേക്ക് പോകും ഒരു ഫ്ലൈറ്റ് പിടിച്ച്, ഞങ്ങളെപ്പോലുള്ളവരാണ് അടിമേടിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അത് പറ്റില്ല എന്ന് തുറന്നു പറയുന്ന ഒരു സാഹചര്യം വന്നു. ഇപ്പോൾ പാർട്ടിയുടെ ഒരു പ്രതിഷേധം വളരെ ശക്തമായി വന്നു. അതിനെ നേരിടുന്നത് എങ്ങനെയെന്ന് അവർക്ക് അറിയാൻ കഴിയില്ല. ഇത്തരമുള്ള പ്രതിഷേധങ്ങളൊക്കെ വരുന്നത് എവിടെ നിന്നാണ് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ഈ പ്രതിഷേധം വരുന്നത്? ഒരു സുപ്രഭാത യുവാക്കളൊന്നും സംഘടിപ്പിച്ച് 10,000 പേർക്ക് ബിരിയാണിയും കൊടുത്ത് വണ്ടിയും പിടിച്ച് ഇതൊക്കെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യമല്ലല്ലോ സോഷ്യൽ മീഡിയയിൽ. അത്യാവശ്യം നല്ല പൈസ മുടക്കുണ്ട് അതിന്. ആ പൈസ മുടക്ക് മാത്രവുമല്ല, അതിന് ഒരുപാട് നാളത്തെ പരിശ്രമം ആവശ്യമുണ്ട്. അപ്പോൾ പാകിസ്ഥാനിലെ കണക്കുള്ള ഒരു രാജ്യത്ത് ഈ താഴെപ്പഷ്ടിക്കാരായ ഈ പാവങ്ങള് ഇങ്ങനെയൊക്കെ ഒരു സംഘടനയ്ക്ക് വേണ്ടി സംഘടിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? ഇല്ല. പകരം ഇതിന് നല്ല ഫണ്ട് എവിടെ നിന്ന് എത്തുന്നുണ്ട്, ഏതെങ്കിലും NGO വഴി അത് എത്തിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം വരുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് പാകിസ്ഥാൻ നിലനിൽക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യം തന്നെയാണ്. പക്ഷെ പാകിസ്ഥാൻ ഇപ്പോഴുള്ള സ്ട്രെങ്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ അത് അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യങ്ങൾക്കും തലവേദനയാണ്. അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റ് ഭീകരർ തന്നെയാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊരു ഇതേ ഇല്ല. കാരണം അവർ വളർന്നു വരുന്തോറും ഇവർ തകർന്നുകൊണ്ടിരിക്കും. അത് അവർക്ക് നന്നായിട്ട് അറിയാം. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കണമെങ്കിൽ തന്നെ ഈ ഇസ്ലാമിക ഭീകരവാദം ഇല്ലെങ്കിൽ അത്തരത്തിൽ ഉയർന്നു വരുന്ന ശക്തികൾ അവർക്ക് ഇല്ലാതായേ പറ്റൂ. അതിനവർ നോട്ടമിട്ട് വെച്ചിരിക്കുന്നത് ഇറാനായിരുന്നു, തുർക്കിയാണ്, പാകിസ്ഥാനാണ്. തുർക്കിക്ക് അടി എനിക്ക് തോന്നുന്നു അല്പം കൂടെ താമസിക്കും. ആദ്യം കൊടുക്കുന്ന അടി മിക്കവാറും പാകിസ്ഥാൻ തന്നെയായിരിക്കും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് തുർക്കി ഇപ്പോൾ ഒരുപാട് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. തുർക്കി ഇപ്പോൾ ഇന്ത്യയുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങും എത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ പാകിസ്ഥാൻ പോയി പെട്ടിട്ടും അതൊന്നും ഊരിക്കൊടുക്കാനുള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അഫ്ഗാനിസ്ഥാൻ അതിർത്തി അടച്ചുപൂട്ടി, അതിലിടപെട്ടിട്ടില്ല. സിന്ധു നദീജലത്തിൽ അവരുടെ ഒരു സെനറ്റർ പോലും ഒരു ഡയലോഗ് ഇതുവരെ പറഞ്ഞിട്ടില്ല. സാധാരണ അമേരിക്കയുടെ സെനറ്റർമാരെന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഇന്ത്യയിലോട്ട് നോക്കിയിരിക്കുക, എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു കമന്റ് പറയുന്നത്. അവിടെ ഒന്നും ഒരു കമന്റ് വന്നിട്ടില്ല. UK MP സാധാരണ അവരുടെ പാർലമെന്റിൽ മനുഷ്യാവകാശത്തെ കുറിച്ച്, പ്രത്യേകിച്ച് അവർക്ക് കാശ്മീർ എന്ന് പറഞ്ഞാൽ കുളിരുള്ള സാധനമാണ്, വിഷയങ്ങളാണ്, അതിനെക്കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമാണ്. പാകിസ്ഥാനെ ഛിന്ന ഭിന്നമായി നിന്നാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അമേരിക്കയ്ക്ക് ഒരു നല്ല എന്താണ് പറയുന്നത് ചുവടുറപ്പിച്ച് നിൽക്കാനും കഴിയും. ഈ ടെററിസത്തെ അവരുടെ ഒരു തകർച്ചകൾ, കാരണം എല്ലാവരും ഭയക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമാണ്. ഈ ആണവ രാഷ്ട്രത്തിലെ ആണവ പോർമുനകളോ മറ്റോതോ ഈ എതിരാളികളുടെ കയ്യിൽ, ഭീകരന്മാരുടെ കയ്യിൽ എത്തിയാലോ ഇല്ലെങ്കിൽ ഈ ഇറാൻ പോലെയുള്ള ഇല്ലെങ്കിൽ ഇവർക്ക് ശത്രുതയായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളുടെ പക്കലേക്ക് ഇത് എത്തിയാൽ, പാകിസ്ഥാൻ ആയതുകൊണ്ട് കൊടുക്കത്തില്ല എന്ന് 100% പറയാൻ കഴിയില്ല. കാരണം പൈസ കിട്ടിയാൽ അവർ എന്തും കൊടുക്കും. അപ്പം കൊടുത്തു കഴിഞ്ഞാൽ അത് നാളെ അമേരിക്കയ്ക്ക് ഒരു തലവേദനയായി മാറും. അല്ലാതെ ഈ ആണവായുധത്തിന്റെ പോളിസികളെല്ലാം ഇന്ത്യയെ പോലെ അതിന്റെ പോളിസികളെല്ലാം കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് പോകുന്ന രാജ്യമല്ല പാകിസ്ഥാൻ. അവരത് എന്തും ചെയ്യും. ഈ അടുത്ത് തന്നെ സൗദിയുമായിട്ട് പോയിട്ട് അറബ് നാറ്റോ രൂപീകരിച്ച് അതിലെന്താണ് അവർ ആദ്യം വെച്ച ഡിമാൻഡ് പറഞ്ഞ കാര്യം തന്നെ, ഞങ്ങളുടെ ആണവ സംരക്ഷണം നിങ്ങൾക്ക് തരാമെന്നാണ്. ആണവ കൊട തരാമെന്നാണ് പറഞ്ഞത്. ഇത് മറിച്ചടിക്കുമാര്, തലവേദനയാകും. പിന്നെ പാകിസ്ഥാൻ ചൈനയോടുകൂടെ പോകുന്നതിനോട് അമേരിക്കയ്ക്ക് വലിയ ഭയമില്ല. കാരണം ചൈനയ്ക്ക് എന്താണ് പാകിസ്ഥാനെ കൊണ്ടുള്ള ഉദ്ദേശമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് നന്നായിട്ടറിയാം. കാരണം ഇവിടെ അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യവും അമേരിക്കയ്ക്ക് അറിയാം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ബലൂചിസ്ഥാൻ വിഷയത്തിലൊന്നും പാക് സൈന്യം വലുതായിട്ട് ഇടപെടുന്നില്ല. ആ ബലൂചിസ്ഥാൻ ഇനിയിപ്പോൾ ഒരു സ്വതന്ത്ര പ്രവിശ്യമായിട്ട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ വേൾഡ് മുഴുവൻ അത് അംഗീകരിച്ചാൽ പോലും പാകിസ്ഥാൻ വലുതായിട്ട് ഇനി അതിനകത്ത് റിയാക്ട് ചെയ്യില്ല. കാരണം പാകിസ്ഥാന്റെ പ്രശ്നം അവിടുത്തെ ഭരണാധികാരികൾക്ക് ആ രാജ്യം നന്നാകണമെന്നോ ജനങ്ങൾക്ക് ഉന്നമനം ഉണ്ടാകണമെന്നോ ഉള്ളതല്ല. അവർക്ക് 10 പൈസ കിട്ടണം.
അവരുടെ ഫാമിലിയും അവരും സേഫ് ആകണം എന്ന് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ. അത് ട്രംപ് നന്നായി മുതലെടുക്കുന്നുണ്ട്. ഇവിടെയാണ് ഇന്ത്യ ഒരു വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകണ്ട എന്ന് ചിന്തിക്കുന്നത് തെറ്റ് പറയാനും കഴിയില്ല. കാരണം വെറുതെ പോയിട്ട് ഈ പറയുന്ന ആയുധങ്ങൾ ചെലവാക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഓൾറെഡി തന്നെ തകരുന്ന ഒരു ഘട്ടത്തിലാണ്. ഇവിടെയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ശ്രീ അമിത്ഷായും ശ്രീ രാജ്നാഥ് സിംഗും അടിക്കടി പറയുന്നത്, ഒരു തുള്ളി രക്തം ചീന്താതെ POK ഇങ്ങ് പോരും, ഒരു തുള്ളി രക്തം ചിന്താതെ റാൺ ഓഫ് കച്ചിന് അപ്പുറത്തെ ഭാഗം, ഈ സിന്ധു പ്രവിശ്യയുടെ ഒരു വലിയ ഭാഗം ഇങ്ങ് വരും എന്ന് ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിന്റെ കാര്യം അതാണ്. ഒരു യുദ്ധം നടത്തണ്ട. കാരണം ഇപ്പൊ POK അതിന്റെ തെളിഞ്ഞു വരുന്നുണ്ടല്ലോ. POK അധികം വൈകാതെ പാകിസ്ഥാൻ ഇട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. കാരണം പാകിസ്ഥാന്റെ കൈ നിൽക്കത്തില്ല POK. കാരണം ഈ ഇന്റർനാഷണൽ ശ്രദ്ധ അതിൽ കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങൾ അതിനെതിരെ പ്രമേയങ്ങൾ പാസ്സാക്കി കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രഷർ വന്നിരിക്കുന്നു. ഇവിടെ പ്രശ്നമുണ്ട് ധനുഷ ഇതിനകത്ത്. അവിടെ കൂടുതൽ മനുഷ്യാവകാശ ലംഘനത്തിനൊക്കെ പാകിസ്ഥാൻ മുതിർന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഫണ്ട് കിട്ടില്ല. ഫണ്ടാണല്ലോ ഇവന്മാരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. IMF ഫണ്ട് കൊടുക്കില്ല, ലോകത്ത് ഒരു രാജ്യവും ഫണ്ട് കൊടുക്കില്ല. ഫണ്ട് കൊടുക്കാതെ എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും? ഫണ്ടില്ലാതെ പോകാൻ പറ്റത്തില്ല. അപ്പൊ അവരെന്ത് വിചാരിക്കും? ഈ കയ്യിലിരിക്കുന്ന പണ്ടാരം കളഞ്ഞു വിളിച്ചിട്ട് പോവാം. കാരണം അത് ഇവരുടെ അല്ലല്ലോ, അതൊക്കെ വിട്ട് കളയുന്നതായിരിക്കും നല്ലത് എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയാണ് ഞാൻ അത് തെളിഞ്ഞു കാണുന്ന ഒരു കാര്യം. കാരണം ഇനി അവരത് പിടിച്ച് മുമ്പോട്ട് പോകാൻ സാധ്യതയില്ല. കാരണം ലോകത്തിന്റെ മുഴുവൻ ഫണ്ട് മേടിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അവർ പറയും, നിങ്ങളുടെ രാജ്യത്ത് ഇത് കണക്കുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുന്നു, ഇത് കണക്കുള്ള കാര്യങ്ങൾ നടക്കുന്നു, കൂട്ടക്കൊലപാതകം നടക്കുന്നു, നിങ്ങൾ അവിടെ അടിച്ചമർത്തുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങൾ തരും എന്ന് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് തലവേദന പിടിക്കണം. അവര് ബ്ലാക്ക് ലിസ്റ്റിലായിരുന്നു കുറച്ചാൾക്ക് മുമ്പ്. അവിടുന്ന് അവർ എങ്ങനെങ്കിലുമൊക്കെ ഗ്രേ ലിസ്റ്റിലൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ വീണ്ടും അത് ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പോകാൻ അധികം സമയം വരില്ല. ഇന്ത്യ നിരന്തരം ഐക്യരാഷ്ട്രസഭയിലടക്കം ഈ POK വിഷയം ഉന്നയിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇന്ത്യക്ക് ഒരുപാട് പിന്തുണ അതിൽ കിട്ടുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ്. അതായത് പാകിസ്ഥാൻ സ്വയം തകരും, അതിന്റെ ആക്കം കൂട്ടുന്നത് അമേരിക്ക ഉപയോഗിക്കുന്ന ഡീപ് സ്റ്റേറ്റ് തന്നെ ആകാനുള്ള സാധ്യതകൾ ഉണ്ട്. വളരെ ശക്തമായൊരു നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. സാധ്യതകൾ ഒരുപാടുള്ള ഒരു കാര്യമാണ്. ഇന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത് വെറുതെ അല്ല, ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്.